കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായത് ഓരോന്നോരോന്നായി നേടിയെടുത്തത് ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായാണ്. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കാനായത്, പടിപടിയായി നേടിയെടുക്കാനായത് ഈ രീതിയിലുള്ള ഇടപെടലുകളുടെ ഭാഗമായാണ്. സാമൂഹ്യ രംഗത്ത് വന്ന മാറ്റം, നമ്മളെല്ലാം ഇപ്പോൾ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നവരാണ്. ഏത് ജാതിയിൽപ്പെട്ടയാളായാലും ഏത് മതത്തിൽപ്പെട്ടയാളായാലും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. ഇവിടത്തേക്ക് എത്തിയത് ആ സാമൂഹ്യ രംഗത്തുള്ള കൃത്യമായ ഇടപെടലുകളുടെ ഭാഗമായാണ്. ഇതുകൊണ്ടാണ് കേരളം തീർത്തും വേറിട്ട് നിൽക്കുന്നത്. ജാതീയമായ ഭേദചിന്ത വലിയ തോതിൽ കുറഞ്ഞ സംസ്ഥാനം, സാധാരണ തൊഴിലാളിയുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. അടുത്ത കാലത്ത് റിസർവ് ബാങ്ക് തന്നെ കണക്ക് പറഞ്ഞു, ദിവസക്കൂലി അത് മാതൃകാപരമായി നടപ്പാക്കുന്നത് കേരളത്തിലാണ് എന്ന്. കർഷകർ ഇന്ന് ജന്മിത്വത്തിൻ്റെ ചൂഷണത്തിന് വിധേയരല്ല. ഒരു കാലത്ത് കൃഷിഭൂമി കൃഷിക്കാരന് എന്ന മുദ്രാവാക്യം കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റുകാരും ഉയർത്തുമ്പോൾ എന്തൊരു പ്രാന്താണ് പറയുന്നത് എന്നായിരുന്നു ജന്മിമാരും അവരുടെ കിങ്കരന്മാരായവരും പറഞ്ഞിരുന്നത്. പക്ഷേ അതിവിടെ യാഥാർത്ഥ്യമായി. ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത് ഈ പാറപ്പുറം സമ്മേളനത്തിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ തുടർച്ചയായാണ്. അവിടെ രൂപം കൊണ്ട സഖാവ് പി കൃഷ്ണപിള്ള സെക്രട്ടറി ആയിക്കൊണ്ട് രൂപീകരിച്ച ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിലൂടെയാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. ഈ ഘട്ടത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാജ്യം നടത്തിയ സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിരവധി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുക, ക്രൂരമായ മർദ്ദനത്തിനിരയാവുക, ജയിലിലടക്കപ്പെടുക, ജീവഹാനി സംഭവിക്കുക, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കോൺഗ്രസ്സിന് ശരിയായ ദിശാബോധം പകരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായിരുന്നില്ല ആദ്യം. ആ മുദ്രാവാക്യം കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഉയർത്തണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ പുലരി സഖാവ് AKGയെ പോലുള്ളവർ ജയിലിൽ കിടന്നാണ് ആ പുലരി കാണേണ്ടി വന്നത്. സ്വതന്ത്രനായല്ല. അത് മറ്റൊരു വശമാണ്, മറ്റൊരു ഭാഗമാണ്. എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരണവർഗം ഓരോ ഘട്ടത്തിലും നേരിട്ടു എന്താണ് ആ വശം പരിശോധിച്ചാൽ കാണാൻ കഴിയുക. അതിൽ ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ്, പിന്നീട് ദീർഘമായ
കോൺഗ്രസിൻ്റെ ഭരണകാലമാണ്. ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വേട്ടകൾ ഈ ഘട്ടങ്ങളിലെല്ലാം നടന്നിട്ടുണ്ട്. ആളുകളെ ഭയപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമായിരുന്നു നടന്നിരുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈയൊഴിഞ്ഞില്ല. അവർ, പാവപ്പെട്ടവർ, സാധാരണക്കാർ, അധ്വാനിക്കുന്നവർ കൃത്യമായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു. അവർ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നത് എന്ന്.